ഹായ്, ഹലോ, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമുക്ക് രാവിലെ ക്രിസ്മസിനുള്ള പരിപാടികളൊക്കെ തുടങ്ങാം. ചിക്കൻ കറിയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം. അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കണില്ല. ഒരു ചിക്കൻ കറി വെക്കണം, ഒരു ബിരിയാണി വെക്കണം, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ചെറിയ രീതിയിൽ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ രാവിലെ എണീറ്റ് പരിപാടികളൊക്കെ തുടങ്ങി. ഇതാ ചെറിയ ഉള്ളിയും സവാളയും ഇഞ്ചിയും പച്ചമുളകും അല്ല, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, സവാള ഇതെല്ലാം കൂടി നല്ലവണ്ണം കറിക്ക് വേണ്ടി ഇട്ടു. എന്നിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. ഇതെല്ലാം എല്ലാവർക്കും അറിയാമെന്നുള്ളത് കണ്ട് മടുത്ത കാര്യങ്ങളാണ്. ഞാൻ അതുകൊണ്ട് കൂടുതലൊന്നും വിശദീകരണം നടത്തുന്നില്ല. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ്. എല്ലാവരും സുഖമായിരിക്കണം. എല്ലാവരും ക്രിസ്മസൊക്കെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ചു കാണുമെന്ന് വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പാചകങ്ങളൊക്കെ നടത്തുന്നത്. നമുക്ക് അടുത്ത ന്യൂ ഇയറിന് അടിച്ചു പൊളിക്കാം. അതുവരെ നമ്മൾ ക്രിസ്മസ് ആഘോഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളൊക്കെ എല്ലാവർക്കും സുഖമില്ലേ? കുറേ ദിവസം കൊണ്ട് ഞാൻ വലുതായിട്ട് വീഡിയോകളൊന്നും കാണക്കില്ല. എല്ലാ വീഡിയോയും നാളെ മുതൽ കാണുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ബ്ലോഗേഴ്സ് എല്ലാം എന്നെ മറന്നോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ നിങ്ങളുടെയൊക്കെ ചാനലുകൾ കയറി എല്ലാ വീഡിയോയും കാണും കേട്ടോ. എപ്പോഴായാലും കാണും. 2-3 ദിവസം കൊണ്ട് എനിക്ക് അല്പം തിരക്കായിരുന്നു. അങ്ങനെ അതേ ഉള്ളിയൊക്കെ കുറച്ചൊന്ന് വാടി വന്നപ്പോഴേക്കും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തു. അത് നല്ലവണ്ണം ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ ചിരിച്ചെന്താണ്, എൻ്റെ കൊച്ചുമോൻ്റെ വായി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താ പറയണേന്ന്. അത് കഴിഞ്ഞതാ ബിരിയാണിക്ക് ഞാൻ വെള്ളമൊക്കെ അടുപ്പി വെച്ചു. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക്, സാദാ മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾ, ഗരം മസാല ഇതെല്ലാം ഇട്ട് കൊടുക്കും. ഞാൻ ഒരു സാധനവും ഡ്യൂപ്ലിക്കേറ്റ് ഇടാറില്ല. എല്ലാം സ്വന്തമായിട്ട് വാങ്ങിപ്പൊടിക്കുന്നത് തന്നെയാണ്. അതാണ് നല്ലത്. അങ്ങനെ ചിക്കനൊക്കെ തട്ടി ബിരിയാണി റെഡിയായി. അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവേണം. 2 ആൾ മാത്രമേ ഉള്ളൂ. ഒരു ലോഡ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. ചിക്കൻ കറിയും ഫ്രൈയും അച്ചാറും എല്ലാം ഉണ്ട്. എല്ലാവർക്കും താങ്ക് യു. നമുക്കിനി അടുത്ത് കാണാമേ. അങ്ങനെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതാ രാത്രിയായപ്പം ബാലൻസ് വന്ന് ബിരിയാണിയും ഇപ്പം വെച്ച ചിക്കനുമായിട്ട് നമ്മളെ ക്രിസ്മസ് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളൊന്നും കഴിച്ച ഇല്ല? എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അടുത്ത് നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കാം. ക്രിസ്മസ് കഴിഞ്ഞല്ലോ, അടുത്ത് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനി നമുക്കടുത്ത് ന്യൂ ഇയറിന് കാണാം. ന്യൂ ഇയറിനല്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ന്യൂ ഇയറിൻ്റെ അടുത്ത് കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് വെച്ചത് സുഖമായിട്ട് ഇറങ്ങും. അപ്പോൾ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞല്ലോ. ടാറ്റാ.